വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി എന്ന് പറയുമ്പോൾ ടീച്ചർ ട്രെയിനി ആണ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ ആണ്, പിന്നെ മോട്ടിവേഷൻ സ്പീക്കർ ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രൊഫസർ ഓമൻ വർഗീസ് സാറാണ്. അപ്പൊ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സർ. സർ, ഇപ്പൊ നമ്മള് പ്രീ പ്രൈമറി അല്ലെങ്കിൽ പ്ലേ സ്കൂള് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടോ? ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികൾക്ക് അത്രയും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ ടീച്ചേഴ്സ്, അതായത് നമ്മൾ പ്രീ പ്രൈമറിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എഫിഷ്യന്റ് ആണോ? അതിന് ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങളുണ്ട്. എഫിഷ്യൻ്റ് അല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പഠിപ്പിച്ച് പല രാഷ്ട്രങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ബ്രില്യൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾ തന്നെ. അത് ഞാൻ ഉയർത്തി പറയുകയല്ല, അതാണ് അതിൻ്റെ സത്യം. കാരണം 3 ഭാഷ പഠിച്ച് വലുതാക്കാൻ കഴിവുള്ള ഒരു കുട്ടി സാധാരണ ബുദ്ധിയുള്ള, അതിലുപരി ബുദ്ധിയുള്ളവനാണ്. അതാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ വിദ്യാഭ്യാസം മോശമാകാൻ കാരണം നമ്മളുടെ അധ്യാപന സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കരിക്കുലം എന്ന് പറയാം. ആ കരിക്കുലം നമ്മൾ ശരിയായിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ വെറും കുറേ ഗ്രാമർ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് കൊണ്ടുവരുന്നത്. കമ്മ്യൂണിക്കേറ്റീവ്. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു ബേസ് എന്ന് പറയുമ്പോൾ ഗ്രാമറാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യെസ്, ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ ഭാഷ മാതൃഭാഷ മലയാളമാണ്, ഞാൻ മലയാളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഗ്രാമറിനെ കുറിച്ച് വലിയ വശമില്ല. പക്ഷേ എങ്കിലും ഞാൻ മലയാളം അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രാമർ പഠിച്ചിട്ടല്ല ഞാൻ മലയാളം പഠിച്ചത് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആയിരിക്കണം നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മൾ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. ക്ലാസ്സിലായാലും വീട്ടിലായാലും അവൻ്റെ അധ്യാപകനോടായാലും അച്ഛനമ്മമാരോടായാലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ തീർച്ചയായിട്ടും അവൻ സംസാരിക്കും. പക്ഷെ നമ്മളുടെ ഇന്ന് പറ്റുന്നതെന്ന് ചോദിച്ചാൽ വെറും ചില ഗ്രാമർ കഷ്ണങ്ങൾ 1 മണിക്കൂറോ 45 മിനിറ്റിനകത്തോ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അതും മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു ഭാഷ എന്നതിന് വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അതിന് ഒന്നുകൂടെ വിശദമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ 4ാം ക്ലാസ് വരെ നിർത്തണം. 4 വരെ നമ്മൾ ഒരു കുട്ടിയെ പോലും പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. പിന്നെന്ത് പഠിപ്പിക്കണം? ലെറ്റ് ഹിം ടോക്ക്. അവൻ സംസാരിക്കട്ടെ. അവൻ്റെ ടീച്ചറിനോട്, അവൻ്റെ അച്ഛനമ്മമാരോട്, അവൻ ഇടപെടുന്ന സമൂഹത്തിൽ. ഗ്രാമർ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈനംദിന ജീവിതത്തിൽ എവിടെയൊക്കെ ഭാഷ ഉപയോഗിക്കാമോ അതിന് അവന് പ്രാവീണ്യം കൊടുക്കണം. അതിന് അവൻ ഇടപെടുന്ന ഇപ്പോൾ ഒരു 8 മണിക്കൂറാണ് ഒരു കുട്ടി ഒരു സ്കൂളിൽ വരുന്നതെങ്കിൽ ആ അധ്യാപിക നല്ല കോമ്പിറ്റൻ്റ് ആണെങ്കിൽ അവൻ മലയാളം, ഹിന്ദിയോ ഏത് മാതൃഭാഷ സംസാരിച്ചാലും മറിച്ച് ഇംഗ്ലീഷിൽ 2 or 3 വാക്കുകളിൽ അതിന് മറുപടി കൊടുക്കാൻ കഴിവുള്ള ഒരു അധ്യാപികയായിരിക്കണം. അപ്പോൾ ഞാൻ 2 കൂട്ടം കാര്യം ഇവിടെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഗ്രാമറിന് ഒട്ടും പ്രാധാന്യം നമ്മൾ 4ാം ക്ലാസ് വരെ കൊടുക്കാൻ പാടില്ല, മറിച്ച് ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കണം. തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പലപ്പോഴും പല പേരൻസ് എന്നെ വിളിച്ച് ചോദിക്കും, സാറ് ഗ്രാമർ പഠിപ്പിക്കുമോ? സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു അരോചകമായിട്ട് ഒന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ തമാശ വെച്ച് പറയുകയാണെങ്കിൽ മട്ടൺ ബിരിയാണിക്കകത്ത് മട്ടൺ ഇടുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. കാരണം ഗ്രാമർ ഇല്ലാതെ ഭാഷയില്ല. പക്ഷേ ഗ്രാമർ പഠിപ്പിച്ചിട്ടല്ല നമ്മൾ ഭാഷ പഠിപ്പിക്കേണ്ടത്. ഞാൻ മലയാളം ഗ്രാമറിൻ്റെ വൃത്തവും ഉപമയും അലങ്കാരവും ഒന്നും പഠിക്കാതെയാണ് മലയാളം പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാനായിട്ട് കുട്ടിയെ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അവനുമായിട്ട് സംസാരിക്കണം, സംവദിക്കാനായിട്ട്. അത് 4 രീതിയിൽ പഠിക്കണം: റീഡിങ്, റൈറ്റിംഗ്, ലിസ്ണിങ്, സ്പീക്കിംഗ്. എഴുതുക, റീഡിങ്, വായിക്കുക, കേൾക്കുക, പറയുക. ഈ 4 സ്കിൽ ബേസ്ഡ് ആയിരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ. മറിച്ച് ഇപ്പോൾ നടക്കുന്നത് കുറേ ട്യൂഷൻ ഒരു കൊമേഴ്സ്യലൈസ്ഡ് ആയിരിക്കുകയാണ്. ഗ്രാമർ പഠിപ്പിക്കാനായിട്ട് കുറേ അധ്യാപകരും ഗ്രാമർ പഠിപ്പിച്ചില്ലെങ്കിൽ അത് എന്തോ ഒരു വലിയ കുറവ് എൻ്റെ കുഞ്ഞിനുണ്ടെന്ന് തോന്നുന്ന കുറേ പേരൻസും ഉണ്ട്.
പക്ഷെ ഞാൻ പറയുന്നത് ഗ്രാമർ അല്ല, അവനെ ചെറിയ രീതിയിൽ ഒരു നഴ്സറി റൈം തന്നെ ഇപ്പോൾ നമുക്കുണ്ടല്ലോ 1 2 3. അപ്പോൾ നമ്മൾ മലയാളത്തിൽ 1 2 3 4 5 വൺസ് ഐ ഗോട്ട് എ ഫിഷ് അലൈവ്, അതിനകത്ത് യാതൊരു ഇംഗ്ലീഷും ഇല്ല, മലയാളം തന്നെ. പക്ഷെ അത് ഉച്ചരിക്കുകയാണെങ്കിൽ 1 2 3 4 5. Once I caught a fish alive. 6 7 8 9 10. Then I let it go again. ഇങ്ങനെ പറയുന്നത് എത്ര പേരുണ്ട്? 1 2 3 4 5. Once I caught a fish alive. 6 7 8 9 10. മലയാളികൾക്ക് നമ്മൾ ഏത് ഭാഷ സംസാരിച്ചാലും മലയാളി എന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് മലയാളം സംസാരിക്കുകയാണെങ്കിൽ മലയാളത്തിന്റെ ആ രുചി തന്നെ വരണം. ഇപ്പൊ ഓരോ ഭാഷയ്ക്കും ഒരു ഋതമുണ്ട്, ഒരു ആരോഹണം അവരോഹണമാണ്. അതിന് പിച്ചെന്നോ സിൻടാക്സ് എന്നോ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം, ഫൊണാറ്റിക്സിൽ ഫൊണോളജിയിൽ നമുക്ക് പല കാര്യങ്ങളും പറയാം. പക്ഷെ ഞാൻ പറയുന്നത് അതിന് നല്ലപോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകരെ കൊണ്ട് അതിൻ്റെ കരിക്കുലം തയ്യാർ ചെയ്യുകയും അതുപോലുള്ള അധ്യാപകരെ കൊണ്ട് പഠിപ്പിക്കുകയും വേണം. അതിന് നമുക്ക് ചോദിച്ചതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് ആ അധ്യാപകരെ നല്ലപോലെ ട്രെയിൻ ചെയ്യണം. അതിന് ഞാൻ പറയുന്നത് വിദേശങ്ങളിൽ വിട്ട് ട്രെയിൻ ചെയ്യിച്ചാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് പർട്ടിക്കുലർലി ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ഫോണറ്റിക്സിന് മ്യൂസിക്കിനുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കോൺസെപ്റ്റ് ഫോർമേഷൻ, ഐഡിയ ഫോർമേഷന്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ. അല്ലാതെ ആദ്യം വരുമ്പോഴേ ഇന്ന് നമുക്ക് പ്രസന്റ് ടെൻസ് പഠിക്കാം, നാളെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിക്കാം, ഒരിക്കലും ആ വാക്കുകൾ പോലും അട്ടർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനൊരു അധ്യാപകനാണ്, പല ഡെക്കേഡ്സായിട്ട് ഞാൻ പഠിപ്പിക്കുക. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിൽ നിന്നിട്ട് ഇന്ന് നമുക്ക് ഇന്ന ഗ്രാമർ പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാറില്ല. മറിച്ച് ഐ ഗീവ് എൻ എക്സാമ്പിൾ, ഐ പിക്ക് അപ്പ് എ ഡിസ്കഷൻ വിത്ത് ദ സ്റ്റുഡൻസ്. അതിനകത്ത് കൂടെ ലെറ്റ് ദം ടോക്ക്. അപ്പം ഉദാഹരണത്തിന് പറയാം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അതിൻ്റെ എങ്ങനെയാ മലയാളത്തിൽ പറഞ്ഞ യു ക്യാൻ ഓൾസോ ബിക്കം, പക്ഷെ അതല്ല, യു കുഡ് ബിക്കം എ മില്യനെയർ. പോസിബിലിറ്റിയാണ് അവിടെ. അപ്പൊ കുഡിന്റെ പ്രയോഗം അവിടെ ചോദിച്ചാൽ ഏതൊരു മലയാള കുട്ടിയോട് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് കുഡ് എന്ന് പറയും. എന്നാൽ അങ്ങനെ അല്ല, ഈ കുഡിന് തന്നെ 3-4-5 വേരിയേഷൻസ് ഉണ്ട്. യു കുഡ് മീറ്റ് മീ ടുമോറോ, സജഷനാണ്. ഇന്ന് കാണേണ്ട കാര്യമില്ല, നാളെ കണ്ടാലും മതിയല്ലോ. അതേ കുഡ് തന്നെ എനിക്ക് ഉപയോഗിക്കാം, ഇറ്റ് കുഡ് റെയിൻ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി, സജഷൻ, പോസിബിലിറ്റി. ഇനിയും ഒരു റിക്വസ്റ്റ് എടുക്കാം, കുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദി AC, ഒന്ന് AC ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാമോ? 3. പിന്നെയുണ്ട്, I could not sleep yesterday. That is simple past. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല because there was no power. അതെ, പൊതുവെ നമ്മൾ എപ്പോഴും ഫുഡിനെ പാസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ can you get me a glass of water, നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാമോ? അതിനകത്തൊരു പൊളൈറ്റ്നെസ് ഇല്ല, മര്യാദ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല. അപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നതിന് ഒരു അല്പം പൊളൈറ്റ്നെസ്, അല്പം ലാംഗ്വേജ് മോഡിഫിക്കേഷൻ അതിന് ആവശ്യമുണ്ട്. കുഡ് യു പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ക്യാൻ യു ഗെറ്റ് മീ എ വാട്ടർ, ക്യാൻ യു ഗെറ്റ് മീ, ഓർ ക്യാൻ യു സിംഗ് എ സോങ്, നിനക്ക് പാടാൻ കഴിവുണ്ടോ? കുഡ് യു പ്ലീസ് സിംഗ് എ സോങ്, ഒരു പാട്ട് പാടാമോ? ഒന്ന് റിക്വസ്റ്റും ഒന്ന് കമാൻഡിൻ്റെ ടോണിലോട്ടും വരുന്നു. അതുകൊണ്ട് ഭാഷ വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു കുട്ടിയോട് ചോദിക്കുക കുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ്റ്റ് ടെൻസ് ഓഫ് ക്യാൻ എന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, അത് വൺ ഓഫ് ദ മീനിങ്സ് ആണ്. ഈ കുഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ഇത് ഒരു അധ്യാപികയോ അധ്യാപകനോ അറിയാതെ പഠിപ്പിച്ചാൽ ആ കുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയെക്കാട്ടിൽ ഏറ്റവും നല്ല പോലെ ട്രെയിൻ ചെയ്യേണ്ടത് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലപോലെ പ്രൊഫിഷ്യൻസി ഉള്ള ടീച്ചർ, ലേഡി ടീച്ചേഴ്സാണ്. മദർലി എഫക്ഷൻ കിട്ടും. 1 ടീച്ചർ സിസ്റ്റം ഒരു 1 to 3 സ്റ്റാൻഡേർഡ് എങ്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ കോൺസെപ്റ്റ് ശരിയായിട്ടുള്ള ആശയങ്ങൾ രൂപവൽക്കരണം മാത്രം കൊടുത്താൽ മതി. അവിടെ നമ്മൾ കോസ് തീറ്റ, കൊസീക്കൻ തീറ്റ എന്നുള്ള തീറ്റകളൊന്നും പഠിപ്പിക്കാൻ പോകണ്ട. വളരെ സിമ്പിളായിട്ട് മേരി ഹാഡ് എ ലാമ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ നഴ്സറി റൈംസ് നല്ല മ്യൂസിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് 2-3 വാക്കുകളിട്ട് പറയാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാക്കുക. അതാണ് വേണ്ടത്. സർ, അതുപോലെ ഇന്നത്തെ കാലത്ത് മലയാളം മറക്കൂ
എന്ന് പറയുന്ന മലയാളിയാണ് അധികവും നമ്മൾ കാണുന്നത്. പക്ഷേ സർക്കാർ സിലബസിലെല്ലാം മലയാളം ലാംഗ്വേജ് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ആളുകൾക്ക് മലയാളത്തിനോടൊരു താല്പര്യമില്ലായ്മയുണ്ട്. അപ്പം ആസ് എ ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടർ സാറിന് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയും ഒരു സെക്കൻഡ് ഗ്രേഡായിട്ട് മാറ്റാൻ പാടില്ലെന്നുള്ള ഒരു ഭാഷ പഠിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ മാതൃഭാഷ അത് ഏത് തന്നെയായാലും ഇന്ന് ഇന്ത്യയിലെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത് 8th ഷെഡ്യൂളിൽ പ്രകാരം. അപ്പോൾ അതിൽ ഏതൊരു ഭാഷയും നമ്മുടെ മാതൃഭാഷയിൽ കൂടെ നമുക്ക് മറ്റു ഭാഷകളും പഠിക്കാം. ഇപ്പം ഞാൻ തന്നെ എൻ്റെ എക്സാമ്പിളാണ്. മലയാളമാണ് എൻ്റെ ബേസിക്. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഹിന്ദിയാണ് ഓപ്ഷണലായിട്ട് എടുത്തു പോയത്. അപ്പോൾ മലയാളത്തിൽ കൂടെയാണ് ഞാൻ മറ്റു ഭാഷകൾ മനസ്സിലാക്കിയത്. പക്ഷേ ഒരു ലെവല്, അതായത് അതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ലാംഗ്വേജിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഭാഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയോ മാതൃഭാഷയോ ഒന്നും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. മറിച്ച് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 3 ഭാഷ ഒരുപോലെ പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്: ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 ഈക്വലി പ്രൊഫിഷ്യൻ്റ് ആകണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ സർവൈവൽ നമുക്ക് ഈ ലോകത്തിൽ വേണമെങ്കിൽ നമ്മുടെ മാതൃഭാഷ ആദ്യമായിരിക്കണം, പിന്നെ നമ്മളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി, പിന്നെ 3ാമത് നമ്മുടെ ഇംഗ്ലീഷ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. കാരണം ഇന്നത്തെ ലോകത്തിലെ ശാസ്ത്ര ലോകത്തിൽ, AI-യുടെ ലോകത്തിൽ നമുക്ക് ഇംഗ്ലീഷ് അനിവാര്യമാണ്, ഇന്നബിറ്റബിളാണ്. നമുക്കതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ തന്നെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അതിന് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് അപ്പോൾ ആ ഭാഷകൾ നമുക്ക് വശമാക്കാൻ നമുക്കതിനുള്ള ബുദ്ധിയുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ കോസ്റ്റിൽ അതായിരിക്കരുത്. മലയാളം നമ്മുടെ തീർച്ചയായിട്ടും മാതൃഭാഷയാണ്. അമ്മമാർക്ക് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് മലയാളത്തിന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഭാഷയെ താഴ്ത്തി കെട്ടാനും പാടില്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. 3 ഭാഷ, അറ്റ്ലീസ്റ്റ് 2 മാതൃഭാഷയും ഒരു ഫോറിൻ ലാംഗ്വേജും കൂടെ നമ്മൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ, കാരണം മലയാളികൾ കൂടുതലും പുറത്ത് പോകുന്നവരാണ്, കേരളത്തിനും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുന്നവരാണ്. അപ്പോൾ ഇംഗ്ലീഷിന് ഒരു നല്ല ഇമ്പോർട്ടൻസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ക്ലാസ് KGയിലോ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെയോ അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശാക്തീകരിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ എക്സ്പ്രഷനും ഫ്ലുവൻസിയും നല്ലതാക്കാൻ സാധിക്കും. അത് പറയാനുള്ളത് ഒരു വിഷയം മറ്റുള്ള വിഷയത്തിന്റെ കോസ്റ്റിലായിരിക്കരുത്. ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മറ്റേത് കൺട്രീസിൽ നോക്കുകയാണെങ്കിലും അവരുടെ മദർ ടങ് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്, തീർച്ചയായിട്ടും. എന്നിട്ടാണ് നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന് നോക്കുന്നത്. യെസ്, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ജർമ്മനി പോകുന്നവര്, റഷ്യയിൽ പോകുന്നവര് ആ ഭാഷ 6 മാസം കൊണ്ട് പഠിച്ചിട്ട് വേണം അവിടെ മെഡിസിൻ പഠിക്കാൻ. പക്ഷെ നമുക്ക് അങ്ങനെയില്ല, നമുക്ക് ഇതൊന്ന് തഴയുക എന്നുള്ളതാണ്. പക്ഷെ അത് ശരിയല്ല, അല്ല. തീർച്ചയായിട്ടും പറയണം. അത് മറ്റൊരു ഭാഷയ്ക്ക് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യരുത്. പ്രൊഫഷൻ നമുക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അതിന് കോമ്പറ്റന്റ് ആണ്. ഈവൻ നമ്മളൊക്കെ പഠിച്ചത് 3 ഭാഷ വെച്ചാണ്. പിന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുപോലെ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ടൊരു ലാംഗ്വേജ് ക്ലാസ്സസ് ഒന്നും നമ്മുടെ ഒരു ബേസിക് ഒരു ഘട്ടം മുതൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം പലർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ ഒരു എന്താ പറയുക ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, അവർ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ എല്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്, അതായത് ആ ഒരു ബേസിക്കലി നമുക്കൊരു പ്രോപ്പർ ലേണിംഗ് കിട്ടാത്തതുകൊണ്ടാണ് എന്നായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എത്രത്തോളം ഒരു ജോലി സാധ്യത ഇന്നുണ്ട് ഇന്ത്യയിൽ? ജോലി സാധ്യതയ്ക്ക് നമുക്കൊരു വർക്കിംഗ് നോളജ് തന്നെ വേണം. ഇപ്പോൾ ഫ്രണ്ട് ഡെസ്ക് ജോബിന്, ഇപ്പോൾ എ പേഴ്സൺ ലൈക്ക് യു, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ആവശ്യം. ലാംഗ്വേജ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എനിക്ക് എൻ്റെ ഗ്രാമർ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഫ്ലുവൻസ് ആണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ടീച്ച് ഹിം ഹൗ ടു സ്പീക്ക് ദ ലാംഗ്വേജ്. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമർ ബേസ്ഡ് അല്ലാതിരിക്കണം നമ്മളുടെ കരിക്കുലം. അതെങ്ങനെ ആയിരിക്കണം? പിന്നെ റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. അപ്പം ഏറ്റവും ഇതിനകത്ത് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുന്നുണ്ട് പ്രൊഡക്റ്റീവ് ലാംഗ്വേജാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന. മറ്റേത് റിസെപ്റ്റീവ് 2 സ്കില്ലുണ്ട്, റീഡിങ് ആൻഡ് ലിസണിങ്. ഇത് രണ്ടും നമ്മൾ റിസീവ് ചെയ്യുക, മറ്റേ രണ്ടും നമ്മൾ വി ഗീവ് ഔട്ട്. അതുകൊണ്ട് അതിനെ പ്രൊഡക്റ്റീവ് സ്കില്ലെന്നും റിസീവ് ചെയ്യുന്നതിന് റിസെപ്റ്റീവ് സ്കില്ലെന്നും പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ
ഈ ഇതെല്ലാം കൂടെ ഒരു ബഞ്ചാക്കി ഒറ്റ ടെസ്റ്റിൽ നിർത്തുകയാണ്. വെളിയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഇത് എഴുതുന്നതിനൊരു പരീക്ഷയുണ്ട്. ലാംഗ്വേജ് തന്നെ 3-4 പേപ്പറിലായിരുന്നു. ഫൈനലിൽ വരുന്നുണ്ടെങ്കിൽ സംസാരിക്കാനായിട്ടാണ് ഒരു അതങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. അത് അല്ലാതെ ഇതെല്ലാം കൂടി ഒരു പേപ്പറിനകത്ത് എഴുതി മാത്രമല്ല. ലാംഗ്വേജ് എന്ന പർപ്പസ് വർക്കിംഗ് നോളജ് എന്ന് ചോദിച്ചല്ലോ, അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എഴുതാനും പറയാനും കൈകൊണ്ടായിരിക്കണം. എനിക്ക് പിന്നെ ഗ്രാമർ അറിയാം, പാസ്റ്റ് പെർഫെക്റ്റ് അറിയാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് അറിയാം. അതുകൊണ്ട് കാം നൈ ചലേക അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടിയെ പഠിപ്പിക്കുന്നത് തന്നെ ഇംഗ്ലീഷിലായിരിക്കണം. പലരും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 45 മിനിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു വേർഡ് പറയും, അതിൻ്റെ മലയാളം ഇക്വലൻ്റ് പറയും. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഒരു വേർഡ് പറഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ഇംഗ്ലീഷ് വേർഡ് തന്നെ വരട്ടെ. ഈവൻ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി പോലും റെഫർ ചെയ്തതാണ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇംഗ്ലീഷിലായിരിക്കണം. തീർച്ചയായിട്ടും തിങ്ക് ഇംഗ്ലീഷ്, സ്പീക്ക് ഇംഗ്ലീഷ്. ഒരിക്കലും ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ട്, 10 കൽപ്പനകൾ. എന്താണ് ഒരു ഇംഗ്ലീഷ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെ ഹാബിറ്റ് ആക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നെവർ തിങ്ക് ഇൻ മലയാളം ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് എന്നാണ്. തിങ്ക് ഇംഗ്ലീഷ്, സ്പീക്ക് ഇംഗ്ലീഷ്. അതായിരിക്കണം. ആദ്യം ചില പ്രയാസം വരും. ഒരിക്കലും നമ്മൾ ഒരു സ്ലോ ലേണറായിട്ട് മാറും നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അത് തന്നെയല്ല, ഒരു ഇംഗ്ലീഷ് വേർഡിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരു ഇംഗ്ലീഷ് വേർഡിന് പല അർത്ഥമുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല എപ്പോഴും ആ വേർഡിന് ഇംഗ്ലീഷിൽ വരുന്നത്, ഇല്ലേ? ഇപ്പൊ റിയലൈസ് എന്ന് പറയുന്നൊരു വാക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചെക്ക് ഒരുത്തൻ ബാങ്കിലോട്ട് വിടുക, വി ഹാവ് സെൻഡ് ഇറ്റ് ഫോർ റിയലൈസേഷൻ. അതുപോലെ ഓരോന്നുണ്ട്, ഓരോ വാക്കിനും 2-3 ഉദാഹരണത്തിന് ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയുന്നതാണ് പെൻ. പെൻ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 5-6 അർത്ഥമുണ്ട്. ഒന്ന്, നമുക്കൊരർത്ഥം അറിയാം, സംതിങ് ടു റൈറ്റ് വിത്ത്, എഴുതാനുള്ള ഒരു ഉപകരണം. പക്ഷെ അതല്ലാതെ പെനിറ്റൻഷനറി എന്ന് പറയാറുണ്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ. വെൻ യു കമ്മിറ്റ് എ ക്രൈം യു വിൽ ബി സെൻഡ് ടു പ്രിസൺ. സോ പെൻ മീനിങ് പ്രിസൺ. 2, നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് വീടിനകത്ത് വളർത്തുന്ന മൃഗങ്ങളുണ്ട്, കോഴി, താറാവ്, ആട്, പട്ടി. ഇതിനെല്ലാം കൂടി ഇടുന്ന ഒരു ഏരിയയ്ക്ക് പെൻ എന്ന് പറയാറുണ്ട്. 3, കണവ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. കണവ എന്ന് പറയുന്നത് നമ്മൾ ഈ മീശ പോലുള്ള മീനും സ്ക്വിഡ് എന്ന് പറയാം ഇംഗ്ലീഷ്. ആ മീനിൻ്റെ അകത്തെ അതിൻ്റെ ബോൺ ഒരു കാർട്ടിലേജാണ്. അതിന് പെൻ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുന്നത്? അങ്ങനെ ഇപ്പം പിന്നെ പെൻ എന്ന് പറയുമ്പം ഒരു ഷിപ്പിനെയൊക്കെ ഷിപ്പ് യാർഡിൽ റിപ്പയറിനൊക്കെ വരുന്ന ഷിപ്പിനെ കവർ ചെയ്യുന്ന ആ ഒരു ഷെഡിന് പെൻ എന്ന് പറയാറുണ്ട്. മീനിങ്. സോ ഇറ്റ് ഹാസ് മെനി മീനിങ്. അപ്പോൾ ഏത് ടെൻസിലാണ്, ഏത് സർക്കംസ്റ്റൻസിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന അനുസരിച്ച് മാറും. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഇല്ല. മലയാളത്തിൽ ഒരു വേർഡിന് ഒരു അർത്ഥമേ ഉള്ളൂ. പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി, പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ച. അപ്പോൾ അങ്ങനെ വരുന്ന അർത്ഥങ്ങൾ വ്യത്യാസപ്പെടും. പല അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് മോഡേൺ ലാംഗ്വേജ് ഡെവലപ്ഡ് ആണ്. ഇപ്പോൾ മൗസ് എന്ന് ഞാൻ പഠിച്ചിരുന്നത് ചുണ്ടരി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് മൗസ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം തിങ്ക് ചെയ്യുന്നത് സംതിങ് ടു ഡു വിത്ത് ദ കമ്പ്യൂട്ടർ, ഇല്ലേ? അപ്പോൾ ആ ഒരു പിന്നെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഗ്രാമർ ബേസ്ഡ് അല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ക്ലാസ് റൂമിനും അതിന് പുറത്തും അകത്തും ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഈ 4 രീതിയിൽ അതിൻ്റെ ടെസ്റ്റുകളും നടത്തണം. ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, സംസാരിപ്പിക്കണം ഒരു ദിവസം ഒരു കുട്ടിയെ. 1 മണിക്കൂർ. ലെറ്റ് ദെയർ ബി മിസ്റ്റേക്ക്. ഐ എം നോട്ട് വറീഡ്. ഞാൻ അതിനകത്തിൽ ഒരു ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പോകണ്ട. ആദ്യമൊക്കെ സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം അവനും ഉണ്ടായിക്കോട്ടെ. സംസാരിക്കട്ടെ, അവൻ്റെ സ്കൂളിനെ കുറിച്ച് ഒന്ന് സംസാരിക്കട്ടെ, അച്ഛനെക്കുറിച്ച് സംസാരിക്കട്ടെ, അമ്മയെക്കുറിച്ച് സംസാരിക്കട്ടെ, അങ്ങനെ സംസാരിക്കാൻ അവസരം കൊടുക്കുക. പിന്നെ ശകലം എഴുതാനായിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാനായിട്ട്. പിന്നെന്താണ്, പിന്നെ ഏതെങ്കിലും ഒന്ന് കേട്ടിട്ട് അതെന്താ പറഞ്ഞത്, അപ്പം ലിസണിങ് ആയി. പിന്നെ ഒരു ബുക്ക് വായിച്ചിട്ട് മോനെ ഇപ്പം എന്താ വായിച്ചത്, അത് നീ ഒന്ന് പറഞ്ഞ്, അപ്പം സ്പീക്കിംഗ്. അങ്ങനെ ഈ സ്കില്ലുകൾ നമ്മൾ ഉപയോഗിക്കണം. അവസാനമേ ഗ്രാമർ ആൻഡ് കോമ്പസിഷനും പറഞ്ഞു. അത് നമുക്ക് മാർക്ക് വേണം. അതിനൊരു പ്രത്യേക പേപ്പർ വേണം. ഗ്രാമറും കോമ്പസിഷനും മാത്രം ഒരു പ്രത്യേക പേപ്പർ. സ്പീക്കിങ്ങിന് ഒരെണ്ണം, ലിസണിങ്ങിന് ഒരെണ്ണം, റൈറ്റിങ്ങിന് ഒരെണ്ണം. ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം ഷുവർ സാധാരണ ബുദ്ധിയുള്ള ഏത് കുട്ടിയും നമ്മളുടെ പഠിച്ചിരിക്കും.
മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ലഞ്ചും വൈകിട്ടത്തെ ഡിന്നറും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് കഴിക്കുകയാണ്. അപ്പം സാറിന്റെ ഒരു ഇതില് നമുക്ക് ഗ്രാമർ ഏത് ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം? ഞാൻ പറയുന്ന ഗ്രാമർ എന്ന് പറയുന്ന ഒരു പേര് ഒരിക്കലും 4ാം ക്ലാസ് വരെ പറയരുതെന്നാണ്. മറിച്ച് സാഹചര്യങ്ങൾ കൊടുത്ത് 1-2 കാര്യങ്ങൾ പറയുക. Tom goes to school and he plays cricket. He loves to be with his children or friends or parents. അങ്ങനെ പറയുക. അല്ലാതെ അപ്പോൾ അതാകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസ് അവിടെ ഉപയോഗിക്കുന്നത്. അത് പറയേണ്ട അവരുടെ പ്രസൻറ്റ് ടെൻസ് ആണെന്ന്. ആ വർഷം പ്രസൻറ്റ് ടെൻസ് മാത്രം മതി. അടുത്ത വർഷം നീ പാസ്റ്റ് എടുക്കുക. ഇന്നലെ നീ എന്തോ കഴിച്ചു? I woke up at 6 o'clock. I was late. The bus, I missed the bus. When I reached the school, missed, woke up. അപ്പോൾ ഇതെല്ലാം പാസ്റ്റ് ടെൻസ്. അങ്ങനെ ഒരു അപ്രോച്ച് വരട്ടെ. പറയിപ്പിക്കണം. അവനെ ഒരിക്കലും സ്നാപ്പ് ചെയ്ത് നീ പറഞ്ഞ തെറ്റാ, മണ്ടന, ഇടിയറ്റ, അങ്ങനെ ഒരിക്കലും ഒരു അധ്യാപകനും ഒരു കുട്ടിയോടും പറയാൻ പാടില്ലെന്നുള്ള. അവനെ ട്രൈ അഗെയിൻ, could be said this way, ഈ രീതി പറയാം എന്ന് നമ്മൾ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രാമർ അല്ല അവിടെ പഠിപ്പിക്കേണ്ടത്. പക്ഷേ 4ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10 അത്രയും വർഷങ്ങളുണ്ട് നമുക്ക് അവനെ ഗ്രാമറോ അവനപ്പോഴത്തേനും ഒരു ബുദ്ധി ഉദിക്കുക. 5ാം ക്ലാസ് വരുന്നുണ്ട്. ഹി വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ, വാട്ട് ഈസ് ഗോണ ഡു ടുഡേ ആൻഡ് ടുമോറോ. ആ ഒരു വ്യത്യാസം അന്നേരം മനസ്സിലാവും. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലാതെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കുഞ്ഞിന് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് ടെൻസ് ഒരിക്കലും പറയുന്നത്. അവൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൻ്റെ ഈ ക്വിഡിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ അതിൻ്റെ ഉപയോഗം വെച്ച് പഠിപ്പിക്കുക. അല്ലാതെ അത് ഗ്രാമറിൻ്റെ ഗ്രാമറ്റിക്കൽ ഫംഗ്ഷൻ അല്ല പഠിപ്പിക്കേണ്ടത്. അത് എവിടൊക്കെ ഉപയോഗിക്കാം അതാണ് പഠിപ്പിക്കേണ്ടത്. ആ ഒരു അപ്രോച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 മുതൽ 4 വരെ ഗ്രാമറിന് നമ്മൾ ഒരു സെക്കൻഡറി റോളെ കൊടുക്കാവൂ. അറിയരുത് ഇത് ഗ്രാമർ ഉണ്ടെന്ന്. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രേഡിൽ പ്രസന്റ് ടെൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വാട്ട് ഡു യു ഡു എവറി ഡേ? I go to temple, I pray, I cricket, or my puppy likes milk, or my mom take me to the beach, etc. അങ്ങനെ പറയണം. അപ്പോൾ likes, takes ഇതൊക്കെ പറയുന്നത് വർത്തമാനകാലമാണ്. അതല്ലാതെ ഇന്ന് നമുക്ക് ഈ പ്രസന്റ് ടെൻസ് പഠിക്കുക, അതുകൊണ്ട് എല്ലാവരും ഇരിക്കണം എന്നുകൊണ്ട് തുടങ്ങരുത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇതിന് പറ്റുന്ന ഒരു കരിക്കുലം നമ്മൾ ഗവൺമെൻറ്റിനോട് അതിന് കഴിവുള്ള ആൾക്കാർ എന്ന് സംസാരിച്ച്, നമ്മളുടെ ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ നാട്ടിലെ കഴിവുള്ള ലീഡേഴ്സ്, നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു അന്തം വരുത്തണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ്. പക്ഷെ അതിനപ്പുറം അവരെ അർഹിക്കുന്നവരാണ്. ഉണ്ട്, സ്കില്ലുണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, നല്ല കഴിവുള്ളവരുണ്ട്, നല്ല പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈവൻ ലൈക്ക് ഏതെങ്കിലും ഒരു നേറ്റീവ് സ്പീക്കറുടെ കൂടെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ കഴിവുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മളുടെ കുഴപ്പമാണിത്, അല്ലാതെ കുട്ടികളുടെ കുഴപ്പമല്ല. ചെയ്തു വെച്ചിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം 4ാം ക്ലാസ് വരെ ഗ്രാമറിൻ്റെ ഉപയോഗം കുറയ്ക്കുക, നേരിട്ട് കൊടുക്കാതിരിക്കുക. ഒരു കൈപ്പേറിയ ഗുളിക കുഞ്ഞിന് കൊടുക്കുന്നത് എങ്ങനെയാണ്? പഞ്ചസാരയ്ക്കകത്ത് കൊടുക്കുക, മോനെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കൊടുക്കുക. അതുപോലെ കൊടുക്കുക. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. ദിസ് ഈസ് ആക്റ്റീവ് വോയിസ്, ദിസ് ഈസ് പാസീവ് വോയിസ്, ദിസ് ഈസ് പ്രോനൗൺ, ദിസ് ഈസ് മറ്റേത് മറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുക. 11 മുതൽ 12 വരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതാണ്. അപ്പം 11ഉം 12ഉം വരുന്ന റൈറ്റിങ്ങിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബിക്കോസ് അവൻ പോകുന്നതിന് ഡിഗ്രിക്കും PGക്കും ഒക്കെ. അപ്പോൾ അവനിങ്ങനെ പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. മറിച്ച് നല്ലപോലെ ഒരു ടോപ്പിക് കിട്ടിയാൽ അതിനെ വിശകലനം ചെയ്യാനും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാനും അവനുള്ള കോമ്പിറ്റൻസി ലാംഗ്വേജിൽ നേടിയിരിക്കണം. അപ്പോൾ 12 വരെ ലാംഗ്വേജിന് ഒരു ഇൻസെപ്പറബിളായിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അവന് പ്രവർത്തിക്കാനും അത് പറയാനും എഴുതാനും കേൾക്കാനും വായിക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കണം, ബുക്സുകൾ കൊടുക്കണം. ഇവൻ ഞാൻ പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ്, ഈ എക്സ്റ്റംപററി സ്പീച്ചൊക്കെ നമ്മുടെ ടൈം ടേബിളിൻ്റെ ഒരു ഭാഗമാണ്. ഒരാഴ്ചയിൽ ഒരു ലെസന്, ഒരു 2 ലെസനെങ്കിലും ഒന്ന്
അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു സ്കിറ്റ് അവതരിപ്പിക്കുക, ഏത് ഇംഗ്ലീഷിൽ ഒരു ഡ്രാമയുടെ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് നേരത്തെ കൊടുത്തിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ജസ്റ്റ് എ മിനിറ്റ് ജാം പോലുള്ള പ്രോഗ്രാം പല ടോപ്പിക്കുകൾ എഴുതിയിടുക, ഒരെണ്ണം പിക്ക് ചെയ്യുക, 5 മിനിറ്റ് കൊടുക്കുക, അതൊന്ന് മനസ്സിലാക്കിയിട്ട് what can you say about that? What's your favorite food? Why do you like biryani? Why do you like shawarma? What are the reasons? Why don't you like chili? Or why do you hate this? അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നാച്ചുറലായിട്ട് അവൻ പറഞ്ഞു വരും. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ലേണിംഗ് ബൈ ഡൂയിങ്, നോട്ട് ബൈ ലേണിംഗ് ഗ്രാമർ. അതാണ് അതിന്റെ ഡിഫറൻസ്. പിന്നെ സർ, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ഇത് രണ്ടും എന്തായാലും ഡിഫറെന്റ് ആണ്. അതെ. അപ്പൊ അതിന് ആ ഒരു ഡിഫറൻസ് സർ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയായിട്ടാണ് ഹൗ യു ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ്. ഇപ്പം നമ്മൾ തുമ്മുന്നു, സ്നീസിങ്. ഇപ്പം ഞാൻ തുമ്മുകയാണെങ്കിൽ ഫേസ് ഒന്നും കവർ ചെയ്യാതെ എന്നങ്ങ് തുമ്മു ഒരു മലയാളിയാണെങ്കിൽ. അതേ ഒരു ഇംഗ്ലീഷുകാരനാണെങ്കിൽ അവൻ കവർ ചെയ്തിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞെന്തുവാ നിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. അത് ഒരു അറബ് രാഷ്ട്രക്കാരൻ തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതാണ് കൾച്ചറൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഈ കൾച്ചർ വേറെ തന്നെയാണ്. അതായത് നമുക്കിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ കൾച്ചർ വരണമെന്നില്ല. കൾച്ചർ വേറെയാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരം അനുസരിച്ചാണ് ആ കൾച്ചർ പോകുന്നത്. ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില രാജ്യങ്ങൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെള്ളിയോട് ചെള്ള ചേർത്ത് ഉമ്മ കൊടുക്കാറുണ്ട്, ചിലയിടത്ത് ഒന്ന് ഷെയ്ക്കാറുണ്ട്. ഇന്ത്യയിലാണ് ഏറ്റവും നല്ലത്. കാരണം കോവിഡിൻ്റെയൊക്കെ കാലാവസ്ഥയിൽ അപ്പോൾ എയർ ഇന്ത്യക്കൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു, ദൂരെ നിന്ന് നമസ്തേ. അപ്പോൾ ഒരു കൾച്ചറാണ്, ഓരോ കൾച്ചറുണ്ട്. ജപ്പാനാണെങ്കിൽ അവരിങ്ങനെ നമ്മുടെ ഹാറ്റ് ഒന്ന് പൊക്കി കാണിച്ചിട്ട് കുനിയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കൾച്ചർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലാംഗ്വേജ്. അതുപോലെ തന്നെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ കൾച്ചറിൽ തന്നെയാണ് ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു മലയാളത്തിൽ പറയാം, ഈ തോക്കിനകത്ത് കയറി വെടിവെക്കരുതടാ സാധാരണയുള്ള. അപ്പോൾ നമ്മളതിൻ്റെ മലയാളത്തിൽ പറയും നീ തോക്കിനകത്ത് കയറി വെടിവെക്കുക, ഞാൻ സംസാരിച്ച് തീരട്ടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എങ്ങനെ വരും? ഡോണ്ട് എൻ്റർ ദ ഗൺ ആൻഡ് ഫയർ. അങ്ങനെയല്ല, അങ്ങനെ. പക്ഷെ ഇംഗ്ലീഷ് അതിനായി ഡോണ്ട് ജംപ് ദ ഗൺ. അതുപോലെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഈ സിവിൽ സർവീസിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഈ എസ്സേ റൈറ്റിംഗ് ഉണ്ട്. എസ്സേ റൈറ്റിങ്ങിന് ചില പ്രോവർബുകൾ കൊടുത്തിട്ട് എഴുതാൻ പറയും, ഫിലോസോഫിക്കൽ. അപ്പോൾ ഉദാഹരണത്തിന് കൊല്ലക്കുഴിയിൽ സൂചി വിൽക്കരുതെന്നൊരു ഒരു പഴമൊഴിയുണ്ട് നമുക്ക്. എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു സാധനം സുലഭമായി കിട്ടുന്ന സ്ഥലത്ത് എന്നിട്ട് നീ അത് വിൽക്കാൻ ശ്രമിക്കരുത്, കാരണം അവിടെ അത് കിട്ടുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കിയപ്പോൾ ഉണ്ട്, ടേക്കിംഗ് കോൾ ടു ന്യൂ കാസിൽ എന്നാണ് ഇംഗ്ലീഷിൽ. ടേക്കിംഗ് കോൾ കൽക്കരി ടു ന്യൂ കാസിൽ. ന്യൂ കാസിൽ ഇംഗ്ലണ്ടിൻ്റെ കൽക്കരി ഖനനം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കൽക്കരി കൊണ്ട് വിൽക്കാൻ പോയത്. അതാണ് കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെ, ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം, പലർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അത്രയും ആ എഡ്യൂക്കേഷൻ അത്രയും തന്നെ ആ ഒരു ലെവലില് കൾച്ചർ ഉണ്ടാവുന്നില്ല. അതെ, പ്രത്യേകിച്ചും നമ്മളുടെ കൾച്ചർ ഇന്നത്തെ ഒരു കൾച്ചറിൻ്റെ ഒരു മൂല്യശോഷണം എന്ന് തന്നെ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, സ്പോർട്സ് ഉണ്ട്, നല്ല ലിവിങ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ കൾച്ചറിൽ നമ്മൾ വളരെ പുറകോട്ട് പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ പേരൻസിനെ നോക്കുന്നതിൽ, നമ്മുടെ സമൂഹത്തിലെ എൽഡേഴ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ, മറ്റുള്ളവർക്ക് വേണ്ടി കെയറിങ് ആൻഡ് ഷെയറിങ്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സെൻറ്റേർഡാണ് എല്ലാം. എൻ്റെ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, വാട്ട് ഈസ് യുവേഴ്സ് ഈസ് മൈൻ, വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ അലോൺ. ആ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നിനക്കുള്ളതല്ല എൻ്റേതൂടാണ്, എനിക്കുള്ളതല്ല എൻ്റേത് മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. അതിന് കാരണം നമ്മൾ പണ്ടൊക്കെ വലിയ ഫാമിലി ആയിരുന്നു, കുടുംബത്തിലേക്ക് മാറി, കുട്ടികളൊക്കെ ഒറ്റപ്പെടുന്നു, അവർക്ക് വേറെ ആരുമില്ല, ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനൊന്നും ആരുമില്ല. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. അതെ, എല്ലാവരും ഇന്ന് കാശിന്റെ പുറകെ ഓടുന്ന ഒരു സംസ്കാരം. അച്ഛനും അമ്മയ്ക്കും സമയമില്ല. പക്ഷെ അത് കുറ്റം പറയാനും പറ്റില്ല, കാരണം അവർക്ക് ജോബ് ഉണ്ട്, അത് നോക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു റോള് ഭയങ്കര ഇമ്പോർട്ടന്റ്. തീർച്ചയായും
അത് വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടുകുടുംബത്തിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു എലമെന്റ് അതാണ്. ഇപ്പൊ അച്ഛനും അമ്മയും നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അച്ഛനും അമ്മയും കൂടെ വർക്ക് ചെയ്താലേ ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, രണ്ടറ്റവും കൂട്ടിമുറ്റിക്കാൻ പൊക്കത്തുള്ളൂ. വാടക കൊടുക്കേണ്ടി വരും വീട്ടിന്, ചിലപ്പം പെട്രോൾ മേടിക്കേണ്ടി വരും, ചിലപ്പോൾ വീട്ടിലെ ചില കുഞ്ഞുങ്ങളുടെ ഫീസ്, വസ്ത്രങ്ങൾ, ഇതിനെല്ലാം വരുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തല്ല പെട്ടത്. അന്നേരം നമുക്ക് നഷ്ടപ്പെടുന്നത് ആ കൾച്ചറൽ വാല്യൂസ് ആണ്. അത് കൊടുക്കാനായിട്ട് ഗ്രാൻഡ് പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വലിയ സപ്പോർട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങിക്കഴിഞ്ഞു. അതാണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം. പുറത്തേക്ക് ഇപ്പം നമ്മളിപ്പോ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ജോബിനും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊരു ഒരു കുട്ടിയായി കഴിഞ്ഞാൽ മീൻസ് പാരന്റ്സിനെ കൊണ്ടുപോകുന്നത് ചിലപ്പം കുട്ടീനെ നോക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ എന്നുള്ള രീതിയിലാണ് അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരവും നമ്മളുടെ സംസ്കാരവും വ്യത്യാസമുണ്ട്. അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഗൾഫിലൊക്കെ പോകുന്ന ആരാണ് വർക്ക് ചെയ്യാൻ കഴിവുള്ളതും ഈ സ്കിൽഡും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ. അവിടെ പ്രായമുള്ളവരൊന്നും ചെയ്യാനില്ല, അവരൊരു ബേർഡനായിട്ട് വരും. അങ്ങനെയുള്ള ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ കൂടെ വന്നിരിക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു മാസം എന്തോ ചിലവ് വേണ്ടി വരും, ഇതാ ചിന്തിക്കുന്നത്. പാലിന് കൊടുക്കണം, മെഡിസിന് കൊടുക്കണം, യാത്രയ്ക്ക് വേണം, പിന്നെ അവർ മറിഞ്ഞു വീണാതെ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ അതൊന്നും ആൾക്കാർ എടുക്കാൻ തയ്യാറല്ല. അതാണ് ഞാൻ പറയുന്നത്, ഒരു കൾച്ചറൽ എന്താന്ന് പറയുന്നത് മൂല്യച്യുതി, ഇറോഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കാരണം എല്ലാവരും സെൽഫിഷാണ്, അവനവൻ്റെ കാര്യം. കുറേ പൈസ ഉണ്ടാക്കണം, എനിക്ക് മാത്രം ജീവിക്കണം, വലിയ വണ്ടി വേണം, വലിയ വീട് വേണം, നല്ല വസ്ത്രം വേണം, ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ കൾച്ചർ ആൻഡ് വാല്യൂസ്. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സംസ്കൃതിക്കും എതിരായിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അതിലൂടെ നമ്മൾ ഈ ഇത്തോസ്, അതായത് നമ്മളുടെ കൾച്ചറൽ വാല്യൂ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ വിദ്യാഭ്യാസത്തിൽ വരണം. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് കൾച്ചർ എന്ന് നോക്കിക്കുക, നമ്മൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ തിരിച്ച് ജീവനോട് വരുമെന്ന് പോലും സംശയമാണ്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് റോഡിൽ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു എൽഡറായിട്ട് ഒരാൾ വണ്ടിയിൽ കയറിയാൽ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ കളിച്ചുകൊണ്ടിരിക്കാതെ ആ പ്രായമുള്ള ആളിന് ഇരിക്കാൻ സീറ്റ് കൊടുക്കാനുള്ള മര്യാദ നമ്മൾ കാണിക്കാനുള്ള നോളജ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക്? ഇല്ല. എൻ്റെ കുഞ്ഞ്, എൻ്റെ മോള്, എൻ്റെ മോനെ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇന്റർ റിലേറ്റഡാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് മാത്രം നമ്മളൊരു നല്ല വ്യക്തി ആകണമെന്നില്ല. വലിയ ഭാഗമുണ്ട്. അത് നമ്മുടെ മദർ ടങ്ങിൽ കൂടെയും കിട്ടണം. നമ്മളുടെ രാജ്യത്ത് ജീവിക്കുകയും നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൂടെ ഈ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാക്കണം. സോഷ്യൽ വാല്യൂസ് പറ്റത്തുള്ളൂ. യെസ്, അത് നമുക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമാകണം. അതിന് ഒരു അസസ്മെന്റ് വേണം, അതിനുള്ള അവസരങ്ങൾ സ്കൂളിൽ സൃഷ്ടിക്കണം. സ്കൂളെന്ന് പറഞ്ഞ ഒരു മിനിയേച്ചർ വേൾഡാണ്, ഒരു നഴ്സറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ട്രെയിൻ ചെയ്ത് അതിനെ നല്ലപോലെ പരിപാലിച്ച് പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴേ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഷോ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം അസ്, അല്ലേ? അപ്പോൾ നല്ലൊരു ചെടി നമ്മൾ വളർത്തി അതിനെ ഒരു നല്ല സ്ഥലത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളർന്നു പന്തലിച്ച് പൂവിട്ടു, അത് നമുക്ക് ഫലം തരുന്നു. അന്നേരമാണ് അതിൻ്റെ ആ ബ്യൂട്ടി അറിയുന്നത്. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് ഒരു നഴ്സറി എന്ന് തന്നെ പറയും. എല്ലാ നല്ല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു ഏരിയ അത് നമ്മൾ കൊടുത്തിരിക്കണം. അവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റോ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ പേരൻസോ അത് പരിപൂർണമായി ചെയ്യുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് കുട്ടി ഇന്നത്തെ തലമുറയിൽ അത് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ പോലെ എനിക്കുള്ളത് എൻ്റെ എന്നുള്ളൊരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു എല്ലാവരും. അപ്പം ഈ ഒരു കാര്യത്തിന് നമ്മളിപ്പോൾ പാരന്റ്സ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും ബൃഹത്തായ ഒരു കൾച്ചർ അതാണ് നമ്മുടെ ഇന്ത്യക്ക്. പക്ഷെ അതിപ്പോ ഫോറിൻ കൺട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു ലെവൽ, അതായത് ഒരു പ്രൈമറി സ്റ്റേജ് ഒക്കെ കഴിയുന്നവരെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവരുടെ ഒരു ലോകത്തേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡിഫറെന്റ് ആണ്. നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെ ആയിരുന്നു മുന്നേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചു, ഇപ്പൊ അത് അങ്ങനെയല്ല.
നമ്മളും അത് എന്താ പറയാ ഫോറിൻ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യാണ്. അതെ അതെ അത് ശരിയല്ല. കാരണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രൂട്ട്സ് മലേഷ്യയിൽ വളരുന്നു, അല്ലെ സിംഗപ്പൂരിൽ വളരുന്നു. ആ ഫ്രൂട്ട്സോ ആ ഫ്രൂട്ട് ബിയറിംഗ് ട്രീ ഇവിടെ കൊണ്ടുവന്നാൽ അതുപോലെ വളരണമെന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ദയർ. ചില പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ചില പർട്ടിക്കുലർ സോയിൽ കണ്ടീഷനൊക്കെ അതിന് എസെൻഷ്യലാണ്. ആ ചെടി ഇവിടെ വന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ സ്ട്രോബെറി വളരുന്നില്ല? കാശ്മീരിൽ എന്തുകൊണ്ട് ആപ്പിൾ ഉണ്ടാകും, ഇവിടെ എന്തുകൊണ്ട്? നമ്മുടെ എന്ന് പറയുന്ന പോലെ ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരമുണ്ട്. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സംസ്കാരം 100%. ഞാനൊരു പല രാജ്യം 4 രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് കൾച്ചർ ഈസ് ഇന്ത്യസ് കൾച്ചർ. അത് പറയുന്നത് ശരിയാണ്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഈസ് ദ ബെസ്റ്റ്. പക്ഷെ ആ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്നില്ല. നമ്മൾ പുച്ഛത്തോടെ, കാരണം എന്താ, നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പഴം തിന്നിട്ട് പഴത്തൊലി റോഡിലെറിയും, അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് യൂറിനേറ്റ് ചെയ്യും, നമ്മൾ തുപ്പും. അതെല്ലാം ചെയ്തിട്ട് പറയും ഇന്ത്യ ബാഡ് എന്ന് പറയരുത്. ബി ദ ചേഞ്ച്, യു മേക്ക് ദ ചേഞ്ച് യുവർ സെൽഫ്. അത് അതൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. അല്ല കുറേ ഇംഗ്ലീഷും മലയാളവും മാത്രം പഠിച്ചുകൊണ്ടും എഡ്യൂക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ വരണം, വാല്യൂ ഇൻസ്റ്റിൽ ചെയ്യണം, അറിവും വേണം. ഇതെല്ലാം വന്നെങ്കിൽ മാത്രമേ ഒരു വെൽ റൗണ്ടഡ് പേഴ്സണെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ pronunciation is the key point of English എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് സാർ പറയുന്നത്? ഞാനിപ്പോൾ പറയുകയാണ്, യു ഹിറ്റ് ഓൺ ദ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം. ഇന്ത്യ കൊള്ളേണ്ടിടത്താണ് അത് ചോദ്യം ചോദിച്ചത്. വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ മലയാളിയുടെ ഒരു ജനറൽ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ മതി എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഒരു പരിധി വരെ നമ്മളെ പുറകോട്ട് പിടിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഓരോ ഭാഷയ്ക്കും ഒരു രാഗം ട്യൂണുണ്ട്. ഇപ്പം തിരുവനന്തപുരം ഭാഷ പറയാൻ വെള്ളങ്ങളൊക്കെ പിടിച്ചാൽ അല്ലേ കൊണ്ടുവന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയേഷൻ എപ്പോഴും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷുണ്ട്. ഇംഗ്ലീഷിന് ഒത്തിരി, അതാണ് ഫൊണോളജി ഫൊണാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിൾ വേർഷനായിട്ട്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് ശരിയായിട്ട് പറഞ്ഞില്ല എങ്കിൽ ഉച്ചാരണം, കാരണം ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെയല്ല വായിക്കുന്നത്. ഇപ്പം QUAY എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, QUAY. അതായത് നമ്മളെ ഈ ബോട്ട് അടുക്കുന്ന കടവുകൾക്കാണ്. ഇപ്പം ലണ്ടനിലെ ടേംസിൻ്റെ ഒക്കെ അടുത്ത് പോവുകയാണെങ്കിൽ QUAY, അതിൻ്റെ ഉച്ചാരണം എന്താണ്? QUAY സാധാരണ എങ്ങനെ പറയും? UAY. വൈശാമിലി എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? കുവൈ എന്നോ അല്ലായിരിക്കില്ലേ? ആക്ച്വലി അതിൻ്റെ ഉച്ചാരണം കീ എന്നാണ്. കീ, KEY എങ്ങനെ ഉച്ചരിക്കുന്നു അതെങ്ങനെയാണ്. അതുപോലെ ഒത്തിരി ഇപ്പം SPONGE നമ്മൾ പറയും സ്പോഞ്ച്, സ്പഞ്ച്. BASS നമ്മൾ പറയും ബാസ് എന്ന് പറയും, ബേസ്. അപ്പം അങ്ങനെ FLOUR ഫ്ലവർ നമ്മൾ പറയും ഫ്ലോർ എന്ന് പറയും. അപ്പം അങ്ങനെ അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ഒരു ലെറ്ററിൻ്റെ ഉച്ചാരണത്തിലുള്ള വ്യതിയാനങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യമാകുന്നില്ല. അതാണ് നമ്മൾ ജൂനിയർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. സി എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ടല്ലോ, സിയുടെ ഉച്ചാരണം എന്താ? ക്യാറ്റ്, അല്ലേ? CAT, ക്യാറ്റ്. അപ്പം CAT, ക്യാറ്റ് എന്ന് നമ്മളൊരു പ്രൈമറി സ്കൂളിലെ കുട്ടിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ ജീവിതം മുഴുവനും സി വരുന്നിടത്തെല്ലാം എന്നൊരു സൗണ്ടാണ്. എന്നാൽ SOCIALനകത്ത് സി ഒന്ന് ഉച്ചരിക്കേ. SOCIALനകത്ത് സോഷ്യൽ, ഷാ സൗണ്ട് അവിടെ വരും. മനസ്സിലായോ? ACCIDENT ആക്സിഡന്റ് വന്നു അല്ലേ? സൈക്കിളിന്റെ ആദ്യത്തെ സി എസ് ആയിട്ടും രണ്ടാമത്തെ സി ആയിട്ടും വരാം. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ഉണ്ടെന്ന് നോക്കാം. സിയുടെ കൂടെ എച്ചൂടെ വരിക എന്നല്ലോ, കെമിസ്ട്രി. അല്ല. എന്നാൽ CHAMBER, ചേംബർ. ഇനി വേറൊരു വാക്ക് പറയാം, INDICT, ഇൻഡിക്റ്റ് നമ്മൾ എഴുതുന്നത്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഏതെങ്കിലും ഒരു
കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇൻഡിക്റ്റ് എന്ന് പറയുന്ന ആ വാക്ക്, പക്ഷേ അതിന് ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഇൻഡൈറ്റ് എന്ന, സി അബ്സല്യൂട്ട്ലി സൈലൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, unlike Malayalam or any other subject or language, an English letter has got many pronunciational variations. ഒരു ലെറ്ററിനെ അതിൻ്റെ അടുത്ത് വരുന്ന മറ്റുള്ള ലെറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവൻ്റെ ശബ്ദം മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊനൗൺസിയേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ 44 ശബ്ദങ്ങളേ ഉള്ളൂ, അറിയാമോ? 44 ശബ്ദമേ ഉള്ളൂ. 12 വോവൽസും 8 ഡിഫ്തോങ്സും 24 എന്താണ് കോൺസണൻസ്. 12 തൊട്ട് 20 44 ശബ്ദമേ ഉള്ളൂ. കെമിസ്ട്രിയിൽ ഞാൻ പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചപ്പോൾ 108 എലമെൻ്റ് എങ്ങാണ്ടുണ്ട്. ഏത് FE, AG മറ്റേ മറിച്ചൊക്കെ പഠിക്കണം. ഇന്ന് അത് 118 ഉണ്ടെന്ന് പിള്ളേർ പറയും, 120 ആയിട്ടുണ്ട്. അത്രയും പോലും ഇല്ല ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ 24 ശബ്ദം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുമാകാം ആര്? ഉമ്മൻ വർഗീസ്. ഇല്ലേ? അല്ല, സുരേഷ് ഗോപിയായിട്ട് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫോണിക്സ് ആൻഡ് ഫോണറ്റിക്സ് തീർച്ചയായിട്ടും നമ്മൾ പ്രൈമറി സ്കൂളിൽ മുതലേ തുടങ്ങിയിരിക്കണം. അതായിരിക്കണം ആദ്യം പഠിപ്പിക്കേണ്ടത്. ഉദാഹരണത്തിന് 5 ലെറ്റേഴ്സാണ് മലയാളികൾ എന്താ പറയുന്നത്, തേക്കുന്നത്, എന്താ പറയുന്നത്, കുനിക്കർണ എന്ന് പറഞ്ഞാൽ നാശപ്പെടുത്തുന്നത്, ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ H നമ്മൾ പറയും H എന്ന് പറയും. H എന്നാരും പറയത്തില്ല. അങ്ങനെ കുഞ്ഞിനെ പഠിപ്പിക്കണം. പിന്നെ അവൻ ഒരിക്കലും അത് വിട്ടുമാറുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ഗ്രോസ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന വി, വിക്ടർ, വി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഓഫ് എയർ കൊണ്ട്. മൂവ് അല്ല, മൂവ്മെന്റ്, ഫ്രീഡം മൂവ്മെന്റ്. അതുപോലെ തന്നെ വേറൊരു ലെറ്റർ പറഞ്ഞുതരാം, 6. അത് ഏറ്റവും കുളവാക്കുന്ന മലയാളികൾ 6. അതിന്റെ ഉച്ചാരണം ആർ എന്ന് പറഞ്ഞാൽ നാക്ക് മേലോട്ട് വളച്ചിട്ട് മേളിൽ തൊടരുത്. ആർ. റീഡ് റൈറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഡ്രൈവർ എന്നല്ല, ഡ്രൈവർ. പേപ്പർ, റിവർ. കണ്ടോ, ആർ സൈലന്റ് ആണ് മിക്കവാറും. ആറിന് ശേഷം ഒരു വവൽ സൗണ്ട് വരുന്നെങ്കിൽ 6 പ്രൊനൗൺസ് ചെയ്യണം, അത് വേറെ നിയമങ്ങൾ. പക്ഷെ മിക്കവാറും ഈ ആദ്യം ഒഴിച്ച്, ഇനിഷ്യൽ പൊസിഷൻ ഒഴിച്ച് പിന്നെ വരുന്നിടത്ത് മിക്കവാറും സൈലന്റ് ആണ്. പർട്ടിക്കുലർ നമ്മൾ പറയും, ആക്ച്വലി പർട്ടിക്കുലർ അല്ല. ഗാർഡൻ എന്ന് നമ്മൾ പറയുന്നത്, ഗാർഡൻ എവിടെ ആറിയിരിക്കുന്നു? പാർക്കല്ല, പാർക്ക്. അതിന് അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെങ്കിൽ 100% ആയിട്ട് എനിക്ക് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ലോകത്തിലെ ഒരു കുട്ടിയുടെയും പുറകിലല്ല. അത്രമാത്രം ഇൻ്റലിജൻറ്റ്, ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനുണ്ട്. അത് ജീനിൽ വരുന്നതായിരിക്കും. അതെ. അപ്പോൾ അത് പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു വാക്കിൽ തന്നെ രണ്ട് അർത്ഥങ്ങൾ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, കണ്ടക്ട്. യു ആർ കണ്ടക്ടിങ്, ഷാമിലി ഈസ് കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ. കണ്ടക്ട്. പക്ഷെ ഞാനിത് കോണ്ടാക്ട് ആക്കിയാലോ, ക്യാരക്ടറായിട്ട് മാറി. കോണ്ടാക്ട്. ഒബ്ജക്റ്റ്, എതിർക്കുന്നു. ഓബ്ജക്റ്റ്, വസ്തു. പ്രൊജക്റ്റ്, എടുത്തു കാണിക്കുന്നു. പ്രോജക്റ്റ്, an assigned job. അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. അത് നമുക്കറിയാൻ വയ്യ. നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ പ്രൊജക്റ്റ് ചെയ്യുകയല്ല, പ്രോജക്റ്റ്. ഐ ആം വർക്കിംഗ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ വാക്കുകളും എടുത്ത് ഇംഗ്ലീഷുകാർ പ്രൊനൗൺസ് ചെയ്തില്ല. ഇപ്പോൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ഒരു ഇംഗ്ലീഷുകാരൻ ചോദിക്കില്ല. അവൻ എന്താ ചെയ്യുന്നത്? അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വേർഡുകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഗ്രാമറ്റിക്കൽ വേർഡ്സിനെ തഴഞ്ഞോട് സംസാരിക്കും. യു സ്പീക്ക് ഇംഗ്ലീഷ്, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, അതാ വ്യത്യാസം. അത് മലയാളം, മറ്റേത് ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മളുടെ കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അതിന് ആര് വേണം? നല്ല അധ്യാപകർ വേണം. അധ്യാപകരെ കുറ്റം പറയല്ല, അവരെ ട്രെയിൻ ചെയ്യണം. നല്ല അധ്യാപകരെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് നേറ്റീവ് സ്പീക്കേഴ്സിനെ കൊണ്ടുവന്ന് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇവിടെ തന്നെ ഉള്ളവരുമുണ്ട് നല്ല അധ്യാപകർ, ഔട്ട്സ്റ്റാൻഡിങ്, വെളിയിലൊക്കെ ജോലി ചെയ്തിട്ട് വരുന്ന അധ്യാപകർ. അവരെ
തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള ഈ ജനറേഷൻ ഓഫ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യണം. പലരും ഈഗോ പ്രശ്നമുള്ളതുകൊണ്ട് ആരും മീറ്റിംഗ് വരത്തില്ല. എനിക്ക് MA ഉണ്ട്, PhD ഉണ്ട്, അതല്ല നമുക്ക് പ്രശ്നം. നമ്മളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാമെന്നുള്ളതായിരിക്കണം. അങ്ങനെ വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന്. വി ആർ ലേണിംഗ് എവറി ഡേ. എഡ്യൂക്കേഷൻ റിമെയിൻസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ എ ടീച്ചർ മസ്റ്റ് ഓൾവേസ് ബി എ റണ്ണിങ് സ്ട്രീം ബട്ട് നെവർ എ സ്റ്റാഗ്നന്റ് പോണ്ട്. ഒരു കുളമായിട്ട് ഒരു അധ്യാപകം വരരുത്. കുളം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒഴുക്കില്ലാത്ത ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭരണിയായിട്ടല്ല, മറിച്ച് ഒഴുകുന്ന ഒരു അരുവിയായിരിക്കണം. അങ്ങനെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നില്ല എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. വി ഹാവ് ടു അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ്. എന്നാൽ മാത്രമേ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റൂ. സർ, ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ ആണ് സർ തന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോർമേഷൻ എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചു തന്നു. അപ്പം ഇത്രയും സമയം നമ്മോടുകൂടി ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക് യു. It's a privilege. Thank you for inviting me to this program. Thank you very much. Thank you so much. Thank you. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം.